ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നാവിൽ കപ്പലോടിക്കുന്ന രുചിയിൽ മാങ്ങാ മിഠായി, മാംഗോ കാൻഡി വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം? മാങ്ങാ തൊലി ചെത്തി പഞ്ചസാര ലായനിയിൽ തിളപ്പിച്ചുണക്കിയെടുക്കുന്ന ഈ വിഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. വായു കടക്കാതെ പാത്രത്തിൽ സൂക്ഷിച്ചാൽ ദീർഘകാലം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് നോക്കിയാലോ? ഇതുപോലെ നമ്മൾ നൈസായി ചെത്തി കൊടുക്കണം. തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ചെത്തി കൊടുക്കണം. ഞാനിവിടെ ഒരു 2 കിലോത്തോളം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാങ്ങ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെനച്ച മാങ്ങയില്ലേ, നല്ല ബലമുള്ള ചെനച്ച മാങ്ങ, പഴുത്ത കളറുള്ളത്, അങ്ങനത്തെ മാങ്ങയാണ് ഈ മാംഗോ കാൻഡിക്ക് അനുയോജ്യമായ മാങ്ങ. പഴുത്ത മാങ്ങ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ബലത്തിലുള്ള മാങ്ങ എടുക്കാം നമുക്ക്. അപ്പോൾ ഈ മാങ്ങ നമ്മൾ ചെത്തിയെടുത്തത് ഒന്ന് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുക്കാം, ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നല്ലവണ്ണം ഒന്ന് കഴുകുക കണ്ടോ. ഇതുപോലെ നൈസായി ചെത്തിയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊരു അരിപ്പയിൽ വെച്ചിട്ട് ആ കഴുകിയെടുത്ത വെള്ളമൊക്കെ ഒന്ന് നല്ലവണ്ണം കളഞ്ഞെടുക്കാം. അപ്പോഴത്തേന് ഞാൻ ഗ്യാസിൽ ഒരു തുള്ളി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നല്ല തള വരുമ്പോൾ നമ്മുടെ മാങ്ങ ചെത്തിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അധികം ഒന്നും വേവണ്ട കേട്ടോ. കുറച്ചൊരു അര മിനിറ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചാൽ മതി. അതിലും കൂടുതൽ മാങ്ങ വെന്തിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന പരുവത്തിലേക്ക് എത്തരുത്. ഒന്നുണ്ട് വെന്ത് കിട്ടിയാൽ മതി. അതാണ് നമ്മുടെ മാങ്ങാ കാൻഡി ഉണ്ടാക്കാനുള്ള പരുവം. ഇപ്പം നമ്മുടെ മാങ്ങ ആയിട്ടുണ്ട് കണ്ടില്ലേ. ഇത് നമുക്കൊരു ആ വെള്ളം ഒന്ന് ഒഴിച്ച് കളഞ്ഞാൽ, തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കളഞ്ഞ് മാങ്ങ ഇതാക്കി എടുക്കാൻ. കണ്ടപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ആയി കിട്ടണം. മാങ്ങ ഉടഞ്ഞിട്ടൊന്നും പോകരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാൻഡിയാണ് കേട്ടോ. വേറെ ഒന്നും ഇതിന് വേണ്ട. 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുറം കൊണ്ടൊക്കെ ചേറുന്നത് പോലെ ഇതിങ്ങനെ തട്ടിയിട്ട് കയ്യിൽ വെച്ച് കൊടുക്കാം. അല്ലാതെ കയ്യിൽ കൊണ്ടോ സ്പൂണ് കൊണ്ടോ വെച്ചിട്ട് ഇളക്കരുത്. ഇളക്കിയാൽ നമ്മുടെ മാങ്ങ മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ കാട്ടിയ പോലെ തന്നെ ഇങ്ങനെ പാത്രം കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കണം. ഇനി ഇത് ഒരു ഓവർനൈറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൽ പഞ്ചസാര കലിഞ്ഞ് ആ വെള്ളം ഇതായി കിട്ടും. കണ്ടോ, ഒരു ദിവസം മുഴുവൻ വെച്ചതാണ്. കണ്ടോ, വെള്ളമൊക്കെ ആ പഞ്ചസാര ഊറി വന്ന് നമ്മുടെ മാങ്ങയിലെ പഞ്ചസാര വെള്ളമൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. മാങ്ങ ഇപ്പോൾ നല്ല മധുരമുണ്ട് കഴിക്കാനായിട്ട്. പഞ്ചസാര വെള്ളം നമ്മുടെ മാങ്ങയിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. 2 ദിവസമൊക്കെ ഇതുപോലെ ഈ മാങ്ങ വെള്ളത്തിൽ ഇടുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മാങ്ങാ കാൻഡി അടിപൊളിയായിട്ട് കിട്ടും. നമ്മുടെ മാങ്ങയിലെ ആ പഞ്ചസാര ലായനി വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മുടെ മാങ്ങ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ എന്തൊരു കളറാണ് കാണാൻ. നമ്മുടെ പഞ്ചസാരൊക്കെ നമ്മുടെ മാങ്ങയിൽ പിടിച്ച് ഒരു ദിവസം ഓവർനൈറ്റ് ഇരുന്നപ്പോൾ നമ്മുടെ ഈ മാങ്ങയിൽ കിട്ടിയ ഈ ലായനി ഉണ്ടല്ലോ, ഇത് നമുക്ക് കളയേണ്ട കാര്യമില്ല. ശരിക്കും ഇത് മാംഗോ ജ്യൂസിൻ്റെ ഒരു പൾപ്പ് മാതിരിയാണ് ആ മാങ്ങയുടെ വെള്ളം ഇരിക്കുന്നത്. ആ മാങ്ങ വെള്ളം കൊണ്ട് നമുക്കൊരു ജ്യൂസ് അടിക്കാം. അതിനു വേണ്ടി നമുക്ക് ഒരു ഗ്ലാസ് ജാറിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്കൊരു നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ഒരു നാരങ്ങയാണ് ഒഴിച്ചു കൊടുത്തത്. അതിൽ നിന്നും കുറച്ച് എസൻസ് എടുത്തിട്ട് നമുക്ക് കലക്കിയെടുക്കാം. അതിൽ നിന്ന് ഞങ്ങളൊരു ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനിയും ഒരു 2-3 വട്ടം ഉണ്ടാക്കാനുള്ള വെള്ളം അതിലുണ്ട്. അപ്പോൾ ഈ വെള്ളം കിട്ടിയത് നമുക്ക് കളയേണ്ട കാര്യമില്ല. നമ്മുടെ മാങ്ങയുടെ എസൻസും പഞ്ചസാരയുടെ എസൻസൊക്കെ കൂടിയ നല്ലൊരു രുചിയുള്ള വെള്ളമാണത്. അതിലേക്കൊരു നാരങ്ങയും ചേർത്ത് നമ്മൾ ഐസൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു റീഫ്രഷിങ് ജ്യൂസായിട്ട് അടിപൊളി ജ്യൂസാണ്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. ഇതുപോലെ ജ്യൂസാക്കി നമുക്ക് കുടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ വെള്ളം കുടിക്കാൻ. ബാക്കി നമ്മുടെ മാങ്ങയുടെ എസൻസ് വെള്ളം നമുക്കൊരു കുപ്പിയിലാക്കി എടുത്ത് വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ അടിച്ചു കുടിക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഒക്കെ നമ്മൾ നല്ല വെയിലത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഇതുപോലെ ഉണക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഉണക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് തൊടാത്ത വിധത്തിൽ വേണം നമ്മൾ ഉണക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു കൊല്ലത്തോളം നമുക്ക് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. 1 കൊല്ലം കഴിഞ്ഞാലും ഇതിനൊരു കേടും പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മാങ്ങ കാൻഡി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ദിവസം വെച്ചപ്പോഴേക്കും നമ്മുടെ മാങ്ങ കാൻഡി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ബലത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ മെത്തേഡ്. നമ്മുടെ മാംഗോ കാൻഡി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഡ്രൈ ഫ്രൂട്ട്സ് മാംഗോ കാൻഡി റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഉണങ്ങിയത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർക്കണം. കുറച്ച് പഞ്ചസാര പൊടിച്ചാൽ മതി കേട്ടോ. അതിൽ അത്യാവശ്യം മധുരമുള്ളത് കാരണം കൊണ്ട് ഞങ്ങളൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് വെറുതെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മാംഗോ കാൻഡി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നാവിൽ
ഉപ്പിലൊടിക്കുന്ന രസത്തിലുള്ളത്, മക്കൾക്കൊക്കെ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത നല്ല മാംഗോ ക്യാൻഡിയാണ് ഇത് നമ്മൾ ഒരു എയർ ടൈറ്റ് കുപ്പിയിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കരയുമ്പോഴോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് 1, 2, 3 കയ്യിൽ കൊടുത്താൽ അവരതങ്ങനെ തിന്ന് നടന്നോളും. നല്ല ടേസ്റ്റുള്ള നല്ല മിഠായിയാണ്. മാംഗോ മിഠായി എന്നും ഇതിന് പേര് പറയും. ഇതുപോലെ തന്നെ ചെത്തി ഉണക്കണം എന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, കനല്ലാത്ത സൈസിൽ ചെത്തിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ കൊതിപ്പിക്കുന്ന മാംഗോ ക്യാൻഡി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളല്ലേ. കൂടുതൽ രുചിയുള്ള വീഡിയോകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ പ്രിയപ്പെട്ട മാംഗോ സ്നാക്സ് എന്താണെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ മാംഗോ ക്യാൻഡി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തനതായ രുചിയിലുള്ള മാങ്ങയുടെ തനതായ രുചിയിലുള്ള ഈ മാംഗോ ക്യാൻഡി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതും കൊല്ലങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇതുപോലുള്ള കുറേ വീഡിയോകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ വീഡിയോകളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് അത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.